മുത്തോരൊക്കെ അല്ലേ ഇവന്റെ വർത്താനം കേട്ടാ ലോകത്ത് 150 വയസ്സായത് വിചാരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാഡ് കമന്റിനെതിരെ ശക്തമായും വ്യക്തമായും ഞങ്ങൾ ഷെമി ഇവിടുന്ന് പ്രതികരിക്കും. ക്ഷമയല്ലേ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി ഫാമിലിയെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. നമ്മുടെ ഷെമിയും ജെഫിയും ഈ അടുത്ത കാലത്ത് അവരുടെ ഒരു കുട്ടി മരണപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് അവർ നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇട്ടു. നമ്മളെല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ട് റീച്ച് നേടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. കാര്യം അവർക്കിടയിലുള്ള പ്രശ്നം നമുക്കറിയാം. കാര്യം അവർക്കിടയിൽ നല്ലൊരു ഏജ് ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ അത് വെച്ചിട്ട് ഇവർ റീച്ച് ഉണ്ടാക്കുവാണോ അതോ ആ പയ്യൻ ഇപ്പോൾ തന്നെക്കാട്ടിയും പ്രായമുള്ള ഭാര്യയാണ്, ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിലാണെങ്കിൽ ഫുഡ് കഴിക്കുന്ന നേരത്തിൽ ഇത് ഷുഗറാണ്, നിനക്ക് ഒരുപാട് ഏജ് തോന്നും, പിന്നാണ് നിനക്ക് എത്ര വയസ്സുണ്ട്, 48ഓ 44ഓ അങ്ങനെ എന്തോ അത് പറയുന്ന സമയത്ത് ഒന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് വളരെയധികം ബോഡി ഷേമിങ് ആയിട്ട് തോന്നുന്നുണ്ട്. കാര്യം ഇവർ മനസ്സിലാക്കിയിട്ടല്ലേ മാരേജ് ചെയ്തത് എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ. അപ്പം അന്ന് അത് പ്രശ്നമല്ലായിരുന്നു, ഇന്നത് പ്രശ്നമാണ്. അപ്പം എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ടിട്ട് വരാം. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ ചേർത്ത്, ബാക്കിയുള്ളതിലൊക്കെ ഞാൻ ഏജ് റിവീൽ ചെയ്യുന്ന ദിവസം മുഖം പാടിയ ഏജിലൊന്നും ഒന്നുമില്ല. അങ്ങനെ പറയുന്നേ പാടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു വല്ലാതൊരു തോന്നി. കാര്യം ഇവർ മനഃപൂർവ്വം മനസ്സിലാക്കി. അപ്പം ഈ ഷെമി വേറെ മാരീഡാണ്, 2 കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ കല്യാണം കഴിച്ചത്. പക്ഷേ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാണോ, അത് എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത്? കമൻറ്റ് ബോക്സിലായാൽ തന്നെ അവരെയാണ് കേട്ടോ എല്ലാവരും കുറ്റം പറയുന്നത്. അപ്പോൾ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്, ഇവനെ കുറ്റം പറഞ്ഞുകൂടെയോ, എന്നെ എന്തിനാ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. സത്യമാണ്. ഇപ്പം 2 പേരും ഒരേപോലെ തെറ്റ് ചെയ്ത് തെറ്റല്ലാതെ അവരുടെ ഇഷ്ടം. പ്രായമുള്ള ആൾ പ്രായമില്ലാത്ത ആളെ കല്യാണം കഴിക്കുന്നതൊക്കെ അത് അവരുടെ താല്പര്യമാണ്, പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നമാണ്. അതിലിടപെടേണ്ട കാര്യമില്ല. എനിക്ക് ഇയാൾ ഇങ്ങനെ പറയുന്ന കേട്ടപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ കാരണം. അല്ലെങ്കിൽ ഇതിപ്പോൾ നമുക്കോട് യാതൊരു ബന്ധവുമില്ല, അവരുടെ ഫാമിലി വ്ലോഗാണ്. അപ്പോൾ അവരവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവരതിൽ ഉൾപ്പെടുത്തും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർക്ക് എല്ലാം കണ്ടന്റാണ് കേട്ടോ. ഇപ്പം മറ്റൊരു റിയാക്ഷൻ ചാനൽ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ റിയാക്ഷൻ ചെയ്ത ആൾ പറഞ്ഞത് ഇപ്പോൾ ഇവർക്ക് ഇടയ്ക്ക് വെച്ചിട്ട് റീച്ച് കുറവാണ്. അപ്പോൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഏജിൻ്റെ ഒരു കോൺട്രവേഴ്സി എടുത്തിടുകയാണ്. അപ്പോഴത്തെ ആ ഒരു പ്രശ്നം വെച്ച് ആളുകളുടെ അടുത്ത് റിയാക്ട് ചെയ്യും. അങ്ങനെ അവരുടെ ചാനൽ റീച്ച് ഉണ്ടാവും, വ്യൂസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ കുറച്ച് ഭാഗം കൂടെ, വീഡിയോസിലെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് കാണാം. ഏജിനെ കുറിച്ച് എനിക്ക് എന്താ പറയാ? അതല്ല, ഏജിനെ കുറിച്ച് എനിക്ക് എന്താ പറയാ? ഞാനൊരു കാര്യം പറയട്ടെ. ഇനി സ്വയം വയസ്സായും തോന്നുന്ന അന്ന് വരെ ഇനി വയസ്സാവൂല. പക്ഷെ കുറച്ചൊക്കെ വയസ്സാണ്. ഇനി അങ്ങനെ വേറൊരു വീഡിയോക്കകത്ത് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ നിർത്താൻ പോവുകയാണ്. കാര്യം ഇങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എന്നിട്ട് പറയുന്നുണ്ട് കമൻ്റൊന്നും വരുന്നതുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് ഷെമിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. ഇത് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയുകയാണ്. ഒന്നെങ്കിൽ ഇത് ഒരു റീച്ച് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ്. അതായത് ഞങ്ങൾ വീഡിയോ നിർത്തുവാണ്, ഞങ്ങൾ തമ്മിൽ പിരിയുവാണ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ തമ്പനയിലും കൊടുക്കുമ്പോഴത്തേക്കും ആളുകൾ റിവ്യൂസ് കാണും. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇതിനെ എടുത്തിട്ട് മറ്റേ റിയാക്ഷൻ ചെയ്യുന്ന ചാനലുകാർ റിയാക്ട് ചെയ്യും. അപ്പോൾ റിയാക്ട് ചെയ്യുന്നതിനകത്ത് ഫുള്ള് വീഡിയോ ഉൾപ്പെടുത്താറില്ലല്ലോ, ഒക്കെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആണ്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് റിയാക്ട് ചെയ്ത ചാനലിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ചാനലിൽ പോയി കണ്ട് അങ്ങനെയും വ്യൂസ് ഉണ്ടാകും. അപ്പം റീച്ച് ഉണ്ടാക്കാനാണോ എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ എന്നാൽ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം ഈ ഒരു ഏജ് ഡിഫറൻസ് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിനക്ക് എത്ര വയസ്സുണ്ട്, എല്ലാ വീഡിയോയിലും ചോദിക്കും നിനക്ക് എത്ര വയസ്സുണ്ട്, ഞാൻ കൊച്ചു പയ്യനാണ്, നിനക്ക് പ്രായമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് കമൻ്റായിട്ട് ഞാൻ ഒരു കമൻറ്റ് കണ്ടത്, ഷെമിയെക്കാട്ടി എത്ര വയസ്സിന് ഇളയതായാലും ഭർത്താവല്ലേ, ഭർത്താവിനെ ഓന് നീ ഇവനെ എന്നൊക്കെ പറഞ്ഞത് മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഇവിടെ നിന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
എന്തായാലും ഇങ്ങനെ ഫാമിലി വ്ളോഗേഴ്സ് എന്തരത്തും കണ്ടന്റ് ഉണ്ടാക്കി ഇങ്ങനെ ജീവിക്കുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ചോദിക്കും അവരെ എടുത്ത് റിയാക്ട് ചെയ്തല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ ഇതിനൊരു ഞാൻ റിയാക്ട് ചെയ്ത് ഇതൊറ്റ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. കാര്യം ഇവരെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഈ ഏജും മറ്റു കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പിന്നെ അങ്ങോട്ട് ജീവിച്ചു തുടങ്ങുമ്പോഴത്തേക്കിന് വയസ്സൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് ഏജ് തോന്നും. ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും ഫിസിക്കലിയൊക്കെ ഒത്തിരി ചേഞ്ചസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞാൽ തന്നെ നല്ല ഏജ് തോന്നും. പിന്നെ അടുത്ത രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലപോലെ നമുക്കിപ്പോൾ ഒരു 30 എബോക്കെ ആണെങ്കിൽ നമുക്കൊരു 40 എബോക്കെ തോന്നും കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം കൂടി കൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ എനിക്കൊക്കെ ഒരുപാട് ബോഡി ഷേമിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാനും. കാര്യം നമ്മുടെ വീഡിയോസൊക്കെ തന്നെ ആയാലും ഈ പറയുന്ന ഇപ്പം മറ്റുള്ളവർ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്താൽ പോലും നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം ഗ്ലാമർ ഏജൊക്കെ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. നമ്മൾ ഒരുപാട് ബോഡി ഷേമിങ്ങിന് ആകുന്നുണ്ട്. 32 ആണോ 32 അത് 10 വർഷം മുമ്പാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒന്നും സന്തൂർ മമ്മിയായിട്ട് നിൽക്കില്ല. ഞാൻ ഈ ഒരു വീഡിയോ TT ഫാമിലിയുടെ വീഡിയോ എടുത്തിടാൻ തന്നെ കാരണം ഇതാണ്. അവരുടെ ചെറിയൊരു ക്ലിപ്പിംഗ് കൂടെ ഒന്ന് കാണാം നമുക്ക്. പിന്നെ കുറെ ആയില്ലേ കിഡ്നിയൊക്കെ മാറ്റിയ ഇനിയിപ്പോ എന്തോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഏത് ചെന്നേക്കാളും മുത്തോരൊക്കെ അല്ലേ ഇവന്റെ വർത്താനം കേട്ടാ ലോകത്ത് 150 വയസ്സായി. പക്ഷെ വേറെ കാര്യം ഇനിയിപ്പോ ഞങ്ങള് സത്യത്തിലെ വീഡിയോ ഒക്കെ സത്യത്തില് കുറച്ചൊക്കെ വീഡിയോ ചെയ്യൂല എന്നല്ല, കുറച്ചൊക്കെ ഒന്നെങ്കിൽ അങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ അതിന്റെ നടുവിലൊരു സാധനം ഇല്ല. അല്ല കുറച്ച് കൊണ്ടുവരാനുള്ള പരിപാടികളിലാണ് അല്ലേ. കാരണം ഇപ്പോ ക്ഷമിക്കായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ വന്നു തുടങ്ങി അല്ലേ. അപ്പൊ പിന്നെ വീഡിയോ ഒക്കെ നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ കാരണം എനിക്ക് പേഴ്സണലി ഇത് ഒന്ന് ഇറിറ്റേറ്റ് ആയതുകൊണ്ടാണ്. കാര്യം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഏജ് എത്ര അയാൾക്ക് അറിഞ്ഞൂടെ ഏജ് എത്ര ആണെന്ന്. പിന്നെ എന്തിനാ ഇതിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സ്വന്തം ഭാര്യ ഇങ്ങനെ ഏജ് എത്ര എന്ന് ചോദിക്കുന്നത് എന്തിനാ? അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അയാൾ കല്യാണം കഴിച്ചത്. പിന്നെ വീണ്ടും ഇങ്ങനെ ഇട്ട് അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു പറഞ്ഞു വെച്ചേക്കുന്ന കാര്യമാണെങ്കിലും കാണുന്നവർക്ക് അത് ഭയങ്കര അരോചകമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്തത്. പിന്നെ ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഒരു നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനായിട്ട് ഇപ്പം അത് ആര് ചെയ്താലും അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. വന്ന് നിന്നിട്ട് നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾക്ക് ഭയങ്കര തടിയാണ്, നിങ്ങൾക്ക് ഇത്രയും വയസ്സുണ്ട്, അങ്ങനെയൊക്കെ തോന്നാം. ഓരോരുത്തരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്. അതായത് സ്ട്രെസ്സ്, ഭയങ്കരമായിട്ട് ടെൻഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി എനിക്ക് പെട്ടെന്ന് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ തന്നെ എനിക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ അതേപോലുള്ള ഫുഡുകൾ കഴിക്കണം എന്നില്ല. അതുപോലെ തന്നെ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ, നല്ലപോലെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് വണ്ണം വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓരോരോ കാര്യങ്ങളുണ്ട്. അതുപോലെ ഏജൊക്കെ നമുക്ക് വണ്ണം വെക്കുന്നതനുസരിച്ച് നമുക്ക് മുഖത്ത് ഏജൊക്കെ ഒരുപാട് ഉണ്ടാവും. പിന്നെ ഏജ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയും. പക്ഷേ ഇത് ഈ പറയുന്നവർക്ക് അത് ജസ്റ്റ് എന്ന് പറഞ്ഞ് ടോക്ക് ചെയ്തിട്ട് അങ്ങ് പോകുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇത് കേൾക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരെയും ഇങ്ങനെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.